ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് എടുത്ത് കാണാൻ വെക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. FTFS അതല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമ മനഃപൂർവ്വം കാണണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇവിടെ കമോൺ. ഈ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങൾ സിനിമയ്ക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാണ്. ബിക്കോസ് ദിസ് മൂവി ഡിസേർവ്സ് മച്ച് അറ്റൻഷൻ. ഇന്ന് തെലങ്കാനയിൽ നിന്നുള്ള ഒരു കൂട്ടം ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഷോ, ആടുജീവിതത്തിന്റെ ഒരു സ്പെഷ്യൽ ഷോ വെച്ച് ഇവരെല്ലാവരും സിനിമ കണ്ടതിന് ശേഷമുള്ള ഒരു റെസ്പോൺസ് വന്നായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ సినిమా എങ്ങനെയാണ് കാണാതിരിക്കാനായിട്ട് തോന്നാ? ఈ మధ్యకాలంలో నేను చూసిన ద బెస్ట్ సర్వైవల్ మూవీ. అసలు పృథ్వీ గారు చేసిన పర్ఫార్మెన్స్ అయితే అసలు థియేటర్లో గూస్ బంప్స్ అండ్ షాక్. అసలు అంత హార్డ్ వర్క్, బెస్ట్ మూవీ, గోట్ లైఫ్. గ్రేట్ ప్యాషన్తో డైరెక్టర్ కన్సీవ్ చేయటం, దానికి టెక్నీషియన్స్ అందరూ సపోర్ట్ చేయటం, ముఖ్యంగా పృథ్వీరాజ్ లాంటి ఒక పెద్ద స్టార్ ఎంత ఎఫర్ట్ చేసి సినిమా చేయటం నిజంగా గ్రేట్. సూపర్ ఫెంటాస్టిక్. పృథ్వీరాజ్ గారి పర్ఫార్మెన్స్ గురించి చెప్పనవసరం లేదు. ఐ థింక్ హీ విల్ డిజర్వ్ అన్ని అవార్డ్స్ ఆయనకే రావచ్చు. ప్యాషన్ ఫర్ సినిమా అంటే దిస్ ఇస్ ద కైండ్ ఆఫ్ ఫిల్మ్ దట్ వీ హ్యావ్ టు లుక్ ఫార్వర్డ్. തെലുങ്കിൽ നിന്നുള്ള ഡയറക്ടേഴ്സ് ഒക്കെ പറയുന്നു ഇതൊരു ഗംഭീരമാണ് സിനിമ എന്നുള്ളൊരു കാര്യമാണ്. നമ്മളും ഇങ്ങനെ നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ സിനിമ കാണാനായിട്ട് പോകുന്നത്. ഗോഡ് ലൈഫ് എന്ന് പറയുന്ന ഈ സിനിമയുടെ ടൈറ്റിൽ കാണുന്ന സമയത്ത് നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിഡൻ ഡീറ്റെയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഗോഡ് ലൈഫ് എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GOAT എന്ന് പറയുന്ന ഈ ഒരു ലെറ്റേഴ്സ് നോക്കുന്ന സമയത്ത് നല്ല കട്ടി കൂടിയ ലെറ്റേഴ്സ് ആണല്ലേ. അതായത് നജീബ് റഹ്മാന്റെ ലുക്ക് 3 തരത്തിലുള്ള ലുക്കുകളുണ്ട്. ആദ്യത്തെ ലുക്ക് എന്ന് പറയുന്നത് വളരെ തടി കൂടിയ ഒരു ലുക്കാണ്. ഈ ലുക്ക് വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GOAT എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നല്ലൊരു കാഴ്ച വയ്ക്കുന്ന തരത്തിൽ, അദ്ദേഹത്തിന്റെ ബോഡിയുടെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്ന തരത്തിൽ, നല്ല തടിയുള്ള ഒരു മനുഷ്യനെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ വരുന്നത്. ഇത് കഴിഞ്ഞ് LIFP എന്ന് പറയുന്ന ലെറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെറ്ററുകളുടെ കട്ടി കുറഞ്ഞ് വരുന്നതായിരുന്നു കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ കഥയാണെങ്കിലും സിനിമയാണെങ്കിലും നജീബ് റഹ്മാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതമാണെങ്കിലും പൃഥ്വിരാജ് സുകുമാർ എന്ന് പറയുന്ന നടന്റെ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും കാണിക്കുന്ന ഒരു ലെറ്ററാണ്, ഒരു ഫോണ്ടാണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത്. ആദ്യത്തെ കുറച്ച് ഭാഗം എന്ന് പറയുന്നത് വളരെ തടി കൂടിയൊരു മനുഷ്യനാണ് പൃഥ്വിരാജ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം വരാൻ പോകുന്ന ഭാഗത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്നത് മെലിഞ്ഞുണങ്ങിയേക്കുന്ന ഒരു പൃഥ്വിരാജിനെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത് എന്നുള്ള എൻ്റെ ഒരു സൂചനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണിച്ചേക്കുന്ന ഈ ഒരു ടൈറ്റിൽ പോസ്റ്ററിനകത്തുള്ള ഹിഡൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അത്രയധികം മെലിഞ്ഞുണങ്ങിയേക്കുന്ന, അത്രയധികം ഗതികെട്ട് നിൽക്കുന്ന, അതായത് മരണത്തിന് തുല്യമായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം കാണിക്കുന്ന ഒരു ജീവിതം പറയാൻ പോകുന്ന ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്ററിന്റെ ഒരു ഹിഡൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ബ്രില്യൻ ഹിഡൻ ഡീറ്റെയിൽ എന്നൊരു കാര്യം ഫസ്റ്റ് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്കറിയാം ആടുജീവിത സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പൃഥ്വിരാജ് ഒരുപാട് ഇന്റർവ്യൂകൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. 16 വർഷം കൊണ്ട് ഡ്യൂറേഷൻ കൊണ്ട് എടുത്തേക്കുന്ന ഒരു സിനിമ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും ഇദ്ദേഹം എന്തുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുകയാണ്. മലയാളത്തിലെ തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടർ, നല്ലൊരു ബിസിനസ്മാൻ, അതായത് കേരളത്തിലേക്ക് ഏറ്റവും നല്ല സിനിമകൾ നോക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാൾ, ഏറ്റവും നല്ല സിനിമകൾ ബിസിനസ് ചെയ്യുന്ന ഒരാൾ, നല്ലൊരു ഫിലിം മേക്കറൊക്കെ ആയിട്ട് നിൽക്കുന്ന, അത്രയും ബ്രില്യൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫിലിം മാൻ എന്തുകൊണ്ട് ഈ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗിന്റെ സമയത്ത് പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുകയാണ്. ഒരു പക്ഷേ നമ്മളെ പോലുള്ള ആൾക്കാർ പറയാൻ വേണ്ടിയിട്ട് ബാക്കി വെച്ചതാവാം ഈ ഒരു സംഭവം എന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ നിങ്ങൾ ആരും അറിയാത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫാക്ട് ഞാൻ പറയട്ടെ. ലോക സിനിമയിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ദി ലോങ്സ്റ്റ് പ്രൊഡക്ഷൻ ഫിലിം എവർ മെയ്ഡ്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പ്രൊഡക്ഷൻ ചെയ്തേക്കുന്ന ഒരു സിനിമയുടെ എണ്ണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ നമ്പർ 1 ലിസ്റ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സിനിമ എന്ന് പറയുന്നത് ദി അതർ സൈഡ് ഓഫ് ദ വിൻഡ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. 48 വർഷം കൊണ്ടാണ് സിനിമയുടെ പ്രൊഡക്ഷൻ ആക്ച്വലി ഫിലിം ചെയ്ത്. രണ്ടാമതായിട്ട് നിൽക്കുന്ന സിനിമ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമയാണ് ദി ഓവർ കോട്ട് എന്ന് പറയുന്ന സിനിമ. 43 വർഷം കൊണ്ടാണ് ഈ സിനിമ ഫിലിം ചെയ്ത്. ഇതുപോലെ തന്നെ ജെയിംസ് കാമറോന്റെ അവതാർ ആണെങ്കിലും 10-25 വർഷം കൊണ്ട് സിനിമ ഷൂട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ മീൻ സിനിമ പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമ ആക്ച്വലി കൺസീവ് ചെയ്തത് 1990s തന്നെ ഈ സിനിമ കൺസീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് അതിന് മാത്രം ടെക്നോളജി ഇല്ലാത്ത കാരണം ജെയിംസ് കാമറോൺ പിന്നീടാണ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഇന്ത്യൻ സിനിമയെ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ സിനിമയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറി ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പ്രൊഡക്ഷൻ ചെയ്തേക്കുന്ന ഒരു സിനിമ ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിനകത്ത് വരുന്ന ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. തീർന്നില്ല. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് എല്ലാ വേദികളിലും പറയുന്നൊരു കാര്യമുണ്ട്. 16 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തെന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കല്യാണത്തിന് മുമ്പ്, അതായത് വിവാഹത്തിന് മുമ്പ്, ഒരു അച്ഛനാവുന്നതിന് മുമ്പ്, അദ്ദേഹം ഒരു പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ആവുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയാത്തൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ ലോങ് ഷോട്ട് ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്ഷൻ ചെയ്തേക്കുന്ന സിനിമ ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നജീബ് റഹ്മാന്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. ഒരു സിനിമ വരുന്ന സമയത്ത് ആ സിനിമയ്ക്ക് കാര്യമായിട്ട് പ്രതീക്ഷകൾ വെക്കണം എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മലയാള സിനിമയുടെ നല്ലൊരു ഏറയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ
ദിനം പ്രതി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന എല്ലാ സിനിമകളും 100 കോടി അല്ലെങ്കിൽ 50 കോടി അടിക്കുന്നു, ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിലുള്ള എൻ്റെ വിശ്വാസം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 വർഷത്തെ ഒരു വലിയൊരു ഡയറക്ടറിന്റെ വിഷനും ഒപ്പം തന്നെ ഈ സിനിമയിലോട്ട് അവർ കാഴ്ചവെച്ചേക്കുന്ന ഒരു ഇൻവോൾവ്മെന്റ് തന്നെയാണ്. സാധാരണ ഒരു സിനിമ, ഒരു നോവൽ ഒരു സിനിമ ആവാന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഈ സിനിമ കാണാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് ഇവരെടുത്തേക്കുന്ന ഒരു ഹാർഡ് വർക്ക് ആണ്. ഇവർ ഇതിന് വേണ്ടിയിട്ട് എത്രമാത്രമാണ് ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്തേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 10-16 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുന്ന സമയത്ത് പൃഥ്വിരാജിന്റെ ഒരു ലൈഫ് കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തേക്കുന്ന ഒരു സിനിമ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉദ്ദേശം 30 കിലോയോളം അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റിൽ നിന്നും 30 കിലോയോളം അദ്ദേഹം വെയിറ്റ് കുറച്ചെന്നുള്ള കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് വന്നേക്കുന്ന ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പൃഥ്വിരാജ് തന്നെ ഒരു ഇന്റർവ്യൂക്കകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സിനിമ അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം ഇതിന്റെ ഫസ്റ്റ് ഷോട്ട് കാര്യങ്ങൾ ഇയാൾ എടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് നാൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ബോഡി മെയിൻറ്റെയിനിങ്ങിനായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ 2-3 മണിക്കൂർ വെച്ച് ഫാസ്റ്റ് ചെയ്ത് തുടങ്ങി. സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും 48 മണിക്കൂറോളം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫാസ്റ്റിംഗ് എടുത്തു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 48 മണിക്കൂർ നേരം നോമ്പെടുത്ത് ഫുഡ് വേണ്ട എന്ന് വെച്ച് അത്രയും നേരം ഫാസ്റ്റിംഗ് എടുത്തേക്കുന്ന, അത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത് മെലിഞ്ഞേക്കുന്ന, 30 കിലോയോളം കുറഞ്ഞേക്കുന്ന ഒരു പൃഥ്വിരാജിനെയാണ് ശരിക്കും ഈ സിനിമയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതുവരെ ഒരുപാട് പോസ്റ്റേഴ്സുകളും ട്രെയിലറിനകത്ത് വന്നിരിക്കുന്ന തംബ്നെയിലൊക്കെ കാണുന്ന സമയത്തും പൃഥ്വിരാജിന് 3 സ്റ്റേജ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കാണാനായിട്ട് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നത്, നോവലിൽ പറയുന്നത് കഥയ്ക്കകത്ത് 4 സ്റ്റേജ് ഓഫ് ലൈഫാണ് പറയുന്നത്. ജയിൽ, മരുഭൂമി എന്നിങ്ങനെ പറയുന്ന 4 സ്റ്റേജുകളാണ് പറയുന്നത്. ഈ സിനിമയിലോട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ബോഡിയുടെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കൂടെ കാണാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ടൈറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്തും ഗോഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നമ്മൾ കാണുന്ന സമയത്തും ഈ ജി എന്ന് പറയുന്ന ഗോഡ് ലൈഫിന്റെ ജി എന്ന് പറയുന്നത് വളരെ തടി കൂടിയ ഒരു ഫോണ്ടിലാണ് നമുക്ക് വരുന്നത്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെയധികം കട്ടി കൂടിയ ഒരു സൈസാണ്. അവിടെ നമ്മളിങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ GOAT എന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആട് ജീവിതത്തിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ കാണിക്കുന്ന തരത്തിൽ മെലിഞ്ഞുണങ്ങിയേക്കുന്ന രീതിക്കാണ് ആ ടൈറ്റിൽ ഫോണ്ടുകൾ ഇങ്ങനെ എഴുതി പോയിക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. അത്രയും മാത്രം ബ്രില്യൻസ് ഒരു വെരി സിംഗിൾ ടൈറ്റിലിനകത്ത് പോലും കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സിനിമയ്ക്കകത്ത് അവർ കാണിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കാണാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണെന്നുള്ളൊരു കാര്യം ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ്. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സിനിമ വിജയിക്കണം പരാജയപ്പെടണം എന്നുള്ളൊരു പേഴ്സണൽ റീസൺ അല്ലെങ്കിൽ ഒരു പേഴ്സണലി നമ്മൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഇപ്പോൾ ഒരു വലിയൊരു സ്റ്റാറിന്റെ ഫാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നവരെ നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് സ്റ്റാർഡം എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് സിനിമയിലോട്ട് വേണ്ട, സിനിമയായിട്ട് കാണുന്ന, പ്രത്യേകിച്ച് ഒരു റിയൽ ജീവിതത്തിനെ സിനിമയായിട്ട് കാണിക്കുന്ന സമയത്ത് ഈ സിനിമയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് കാണുന്ന സമയത്തും ഇതിലേക്കുള്ള ആത്മാർത്ഥം കാണുന്ന സമയത്തും AR റഹ്മാന്റെ കരിയർ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ സിനിമയുടെ സോങ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഓരോ ആൾക്കാരുടെ അത്ര വലിയൊരു ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അല്ലേ. ഒരിടയ്ക്ക് പൃഥ്വിരാജിന്റെ ഏതൊരു ഇന്റർവ്യൂക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ആടുജീവിതത്തിന്റെ ഷൂട്ടിന് വേണ്ടി പോകാണെന്നുള്ളൊരു കാര്യം പറയും. അത്രയും മാത്രം ഇൻവോൾവ് ചെയ്തേക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കുള്ള എൻ്റെ ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത് പേഴ്സണലി വളരെയധികം ഹൈ ആണ്. സിനിമ 100 കോടി അടിക്കുമോ, സിനിമ ഭയങ്കരമായിട്ടുള്ള സംഭവമാവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല സംഭവമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം തന്നെ ഒരു ഓസ്കാറിനും അതല്ലെങ്കിൽ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറാൻ നിൽക്കുന്ന തരത്തിൽ മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. റോം സിനിമകൾ വന്നു, ഇവിടുന്ന് ഹൊറർ സിനിമകൾ വന്നു, നടികർ എന്ന് കാണിക്കാൻ പറ്റുന്ന തരത്തിൽ മമ്മൂക്കയും ഒക്കെ ഇവിടെ പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഈ ഒരു സമയത്ത് തന്നെ ഇതിനൊപ്പം തന്നെ 200 കോടി അടിച്ചുകൊണ്ട് ആദ്യത്തെ മഞ്ഞുമൽ ബോയ്സ് പറയുന്ന സിനിമ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് പോലും ഹ്യൂജ് ആയിട്ടുള്ള റെസ്പോൺസുകളാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മികച്ച ഒരു നടനം കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിൽ തെറിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമയായിരിക്കും ആടുജീവിതം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു ഇൻഫർമേഷൻ കുറേ ആൾക്കാർ അറിയട്ടെ. സിനിമയെ കുറിച്ച് പറയാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. സിനിമയുടെ ഡ്യൂറേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പല ആൾക്കാർ അറിയാത്തൊരു റെക്കോർഡ് കൂടി സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. സോ വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും അറിയട്ടെ, സിനിമ വിജയിക്കട്ടെ. എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് തോന്നുന്ന ഒരു കാര്യം? ഈ സിനിമ വിജയിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ വ്യൂ പോയിന്റ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വിവരിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ടു നാൾസി പാസ് സൈനിങ് ഔട്ട്. ബൈ.